ഇന്നത്തെ ഒരു തണുത്ത എപ്പിസോഡാണ്. മൊത്തം കരച്ചിലാണ്. അങ്ങനെ അലിഗയുടെ നാശം കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സാഗറാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ദേവ്ജിയുടെ വീട്ടിലാണ് കൃഷും കൺമണിയും എല്ലാം സാഗറിന്റെ കൂടെയുണ്ട്. തുറന്ന് ദേവ്ജി സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു കപ്പ് ചായ എല്ലാം കൊടുത്ത് ആശ്വസിപ്പിക്കുകയാണ്. തുറന്ന് സാഗർ വീണ്ടും ഇമോഷണൽ ആവുകയാണ്. എല്ലാം തീർന്നിരിക്കുകയാണ് ദേവ്ജി, നമ്മുടെ അലിഗ എന്ന സ്വപ്നം തീർന്നിരിക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. സാറിങ്ങനെ വിഷമിക്കല്, നമുക്ക് അവർക്കൊന്ന് മെയിൽ അയച്ചു നോക്കാമെന്ന് പറയുകയാണ്. തുറന്ന് കൃഷ് കാര്യഗൗരവത്തോടുകൂടി കൺമണിയോട് ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ഇത് യുദ്ധം കൊണ്ടുണ്ടായ നഷ്ടമാണ്, അതിന് അവരെ വിളിച്ചിട്ട് ഒന്നും കാര്യമില്ല എന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ അവരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാൻ പോലും സാധ്യതയില്ല എന്ന് പറയുകയാണ്. തുറന്ന് സാഗർ വീണ്ടും കരഞ്ഞുകൊണ്ട് ദേവിജിയോട്, എൻ്റെ സകല സമ്പാദ്യം കൂട്ടി വെച്ചാണ് ഞാൻ ഇത്രയും വലിയൊരു എക്സ്പോർട്ട് എടുത്തത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അലിഗ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സകല സ്വത്തുക്കളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കടം വാങ്ങിയിട്ടൊക്കെയാണ് ഈ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മിക്കവാറും വീട് വരെ പോകാൻ സാധ്യതയുണ്ട്. തുറന്ന് സാഗർ, എങ്കിൽ ശരി ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ കൺമണി, സാറിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, സാറിപ്പോൾ പോകണ്ട എന്ന് പറയുകയാണ്. തുറന്ന് സാഗർ കൺമണിയോടും ദേവ്ജിയോടും, ഇപ്പോൾ ഞാൻ പോകാതിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടുന്ന് പോവുകയാണ്. സമയത്ത് ദേവ്ജി പിന്നെ കൃഷ്ണ ആശ്വസിപ്പിക്കുകയാണ്. സാഗർ ഈ നിമിഷം വരെ ജീവിച്ച നിനക്ക് വേണ്ടിയാണ് കൃഷ്ണ, അതുകൊണ്ട് നീ ഒരു കാരണവശാലും നിന്റെ അച്ഛനെ കൈ വിടരുത്. തുറന്ന് സാഗർ നേരെ പോകുന്നത് തന്റെ വീട്ടിലേക്കാണ്. തന്റെ സങ്കടം സഹിക്കാനാകാതെ ആ വിഷമത്തിൽ കുടിച്ച് ലക്കുകെട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. തുറന്ന സാഗറിന് വീട്ടിലെത്തിയ ശേഷം കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. സാഗർ ആ ഇരിപ്പിൽ തന്നെ കാറിലിരിക്കുകയാണ്. അത് കണ്ട് എന്തൊരു പതികേട് തോന്നി കൃപ അങ്ങോട്ടേക്ക് വരികയാണ്. തുറന്ന് കൃപ വന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ്. എന്നാൽ അപ്പോഴും സാഗർ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. തുറന്ന് കൃപ വന്ന് ഡോർ തുറന്ന് അച്ഛനെ ഇറക്കാൻ നിൽക്കുന്ന സമയത്ത് കൃപ പിന്നെ അച്ഛനോട്, അച്ഛൻ ഇന്ന് മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ നല്ല സങ്കടത്തോടു കൂടി, ഇന്ന് ഞാൻ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. തുറന്ന് സുജാത പിന്നെ സാഗറിനോട്, സാഗർ ഇത് എന്ത് ഭാവിച്ചാണ് ചോദിക്കുകയാണ്. തുറന്ന സാഗർ പിന്നെ സുജാതയോട്, നീ പേടിക്കണ്ട, ഞാൻ ഇന്ന് മദ്യപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുകയാണ്. കൃഷി എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. തുറന്ന് സുജാത വീണ്ടും സാഗറിനോട്, എന്തിനു വേണ്ടിയാണ് സാഗർ മദ്യപിച്ചതെന്ന് ചോദിക്കുകയാണ്. തുറന്ന സാഗർ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സുജാതയോടും കൃപയോടും പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ആന്റിയമ്മയും കൂടി വരികയാണ്. സാഗർ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നൊക്കെയാണ് ഇവർ കാണുന്നത്. തുടർന്ന് ആന്റിയമ്മ പിന്നെ അനിയൻകുട്ടനെ വിളിക്കുകയാണ്. അനിയൻകുട്ട, നിനക്കിത് എന്ത് പറ്റിയടാന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും കരഞ്ഞുകൊണ്ട് ആന്റിയമ്മയോട്, എല്ലാം നഷ്ടപ്പെട്ടു ആന്റിയമ്മേ, ഞാൻ അലിക തുടങ്ങിയത് ചേച്ചിയമ്മ വിളക്ക് കത്തിച്ചുകൊണ്ടാണ്. ഇന്ന് ചേച്ചിയമ്മ എനിക്കെതിരെ തിരിഞ്ഞു, അലികയ്ക്കെതിരെ തിരിഞ്ഞു, അതോടുകൂടി അലികയുടെ നാശം ആരംഭിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് ഇവർക്ക് ആർക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് സുജാതി ആന്റിയമ്മയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇസ്രായേലിലെ യുദ്ധത്തിന്റെ കാര്യം പറയുകയാണ്. നമ്മുടെ എല്ലാ സമ്പാദ്യം കൂട്ടിവെച്ച് വലിയൊരു എക്സ്പോർട്ടിന്റെ ഡീൽ ഞാൻ നടത്തി ഇസ്രായേലിലേക്ക്. അത് വിജയിക്കുകയാണെങ്കിൽ അലിഗയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് 5 ഇരട്ടിയിലേക്ക് നമ്മൾ വളർന്നതിന്. പക്ഷെ കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു. ഒരു മിസൈലിന്റെ രൂപത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഒരു വലിയ ഷിപ്പ് ഇസ്രായേലിൽ പെട്ടുകിടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മിസൈൽ ആക്രമണത്തിൽ ആ കപ്പല് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മി സുജാതിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. നമുക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ അലിക നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വീടും നഷ്ടപ്പെടാൻ പോവുകയാണ്. നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നുള്ള സത്യം സാഗർ ഇവരെ അറിയിക്കുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് 3 പേരും. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണിയുടെ അച്ഛനോട് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിയുടെ അച്ഛന് ഷോക്കായി നിൽക്കുകയാണ്. തുറന്ന് കൺമണി ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ സാഗർ സാറിന്റെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്നാൽ ഇവർ 2 പേര് സംസാരിക്കുന്നതല്ല മാറി നിന്ന് ധനലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നു. തുറന്ന് കൺമണി പിന്നെ അച്ഛനോട്, ഇവിടെ ഇക്കാര്യം ആരോടും പറയരുത് എന്ന് പറയുകയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഈ ഒരു അവസ്ഥയിലും സാഗർ സാറിന്റെ കൂട്ടായിട്ട് തന്നെ കൃഷി ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി കടന്നു വരികയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ കൺമണിയോട്, എന്താണ് കൺമണി ഒരു കപ്പല് മുങ്ങിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ചെറിയൊരു സംശയം തോന്നുകയാണ്. എന്താണ് ഏട്ടത്തി ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ കുറെ പഴഞ്ചൊല്ലെല്ലാം പറയുകയാണ്. മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് വയ്ക്കുന്നതും ഭവാൻ, അവന് തെരുവിലേക്ക് ഇറക്കുന്നതും ഭവാൻ. ഇങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് കൺമണി ഇങ്ങനെ കുത്തിക്കൊണ്ടാണ് ധനലക്ഷ്മി അതൊക്കെ പറയുന്നത്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ കൺമണിയോടും അച്ഛനോടും, നിങ്ങൾ 2 പേരും സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു, നിന്റെ സാഗർ സാറ് അധികം വൈകാതെ തെരുവിലേക്ക് ഇറങ്ങി തെണ്ടേണ്ടി വരുമല്ലേ, എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾ 2 പേര് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ബഹളായിരുന്നു സാഗർ സാർ, അതാണ് സാഗർ സാറിന്റെ കയ്യിൽ പൂത്ത കാശുണ്ട്,
കോടിക്കണക്കിന് കാശുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവരെല്ലാരും തെരുവിലേക്ക് ഇറങ്ങി തെണ്ടാൻ നിൽക്കുകയല്ലേ ഇപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. എന്തായാലും അച്ഛനെങ്കി ധൈര്യമായിട്ട് കൺമണിയുടെ കല്യാണം ആലോചിക്കാമെന്ന് പറയുകയാണ്. കൃഷിയായിട്ട് കൺമണിയുടെ കല്യാണം നടത്താമെന്ന് പറയുകയാണ്. അവരിപ്പോൾ നമുക്കൊപ്പം എത്തിയിരിക്കുകയാണ്. നമുക്കൊപ്പമല്ല, നമുക്ക് താഴെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന കൺമണി പിന്നെ ധനലക്ഷ്മിയോട് പൊട്ടിത്തെറിക്കുകയാണ്. വായടക്കിടി, ഇങ്ങനെ പേഴ്ച നാക്കൊണ്ട് നീ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ പിഴുതെടുത്ത് കളയും ഞാൻ. ഇതിന് മാത്രം എന്ത് തെറ്റാടി സാഗർ സാറും കുടുംബവും നിന്നോട് ചെയ്തത്? എന്നാൽ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ധനലക്ഷ്മിക്ക് സാധിക്കുന്നില്ല. ധനലക്ഷ്മി തലകുമ്പിട്ട് ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം നീ പറഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയാം. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ധനലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് ധനലക്ഷ്മി വേഗം തന്നെ വാരി ചുരുട്ടി കൂട്ടി അവിടുന്ന് പോവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ അച്ഛനോട് ധനലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എത്രയെന്ന് വെച്ചാ കണ്ട് സഹിക്കുന്നത്, ഇതിനൊരു മാറ്റമില്ലല്ലോ അച്ഛ. തുറന്നു കാണിക്കുന്ന വീണ്ടും സാഗറാണ്. സാഗർ ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മയും കരയുകയാണ്. തുറന്ന് സാഗർ പിന്നെ ആന്റിയമ്മയോട് പറയുന്ന എല്ലാത്തിനും കാരണം ആന്റിയമ്മ ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞതാണ്, എന്റെ നാശം ആരംഭിച്ചത് അവിടെ നിന്നാണെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് ആന്റിയമ്മയ്ക്ക് ശരിക്കും കൊള്ളുകയാണ്. സാഗർ പറഞ്ഞ കാര്യമെല്ലാം കേട്ട് ആന്റിയമ്മയും പിന്നെ നല്ല രീതിയിൽ കരയുകയാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സാഗർ അവിടുന്ന് മാറി നിന്ന് പൊട്ടിക്കരയുകയാണ്. മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. എന്നാൽ അതെല്ലാം കണ്ട് സുജാതയ്ക്കും കൃപയ്ക്കും ആന്റിയമ്മയ്ക്കും കരച്ചിൽ വരികയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷി ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ലിവിംഗ് റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി താഴേക്ക് വന്ന ദേവ്ജി അവിടെ കൃഷി ഇരിക്കുന്നത് കണ്ട് ദേവ്ജി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ദേവ്ജി വന്നിട്ട് കൃഷ്ണനോട്, എടാ കൃഷി, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല ദേവ്ജി എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. തുടർന്ന് കൃഷിന് ധൈര്യം കൊടുക്കുകയാണ് ദേവ്ജി. തുടർന്ന് കൃഷി പിന്നെ ദേവിജിയോട്, എൻ്റെ അച്ഛൻ എന്നെ എടുത്തു വളർത്തുമ്പോൾ എൻ്റെ അച്ഛനറിയാമായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ മകനല്ലാന്ന്. എന്നിട്ട് ആ ഒരു കുറവ് എന്നെ അറിയിക്കാതെയാണ് എൻ്റെ അച്ഛൻ എന്നെ എടുത്തു വളർത്തിയത്, ഇതുവരെ എത്തിച്ചത്. അതിൻ്റെ ഒരു നന്ദി എനിക്ക് എൻ്റെ അച്ഛനോട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കൃഷ്. എൻ്റെ അച്ഛനെ വീണ്ടും ഞാൻ പഴയ പോലെ ഉയരത്തിലേക്ക് എത്തിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് കൃഷി. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.